SK ട്രാവൽ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ യാസറിന്റെ വീട്ടിലെത്തി. അപ്പോൾ യാസറിന്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഒരു കിടിലം വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം. ഇന്നേ വരെ അങ്ങനെ ആരും കണ്ടിട്ടില്ലാത്തൊരു വലിയ വെള്ളച്ചാട്ടം വയനാട്ടിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ഗ്രില്ലിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി. അപ്പോൾ ചായ ഒക്കെ കുടിച്ചു. ഇനി നമ്മൾ ചെറിയൊരു യാത്ര പോവാണ്. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്. അവിടത്തേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. കുറച്ച് ഡേഞ്ചർ ഏരിയ ആണ്. എത്തുമെന്ന് അറിയില്ല. കുറച്ച് വലിയ വെള്ളച്ചാട്ടമൊക്കെയാണെന്നൊക്കെ കേട്ട്. ഏറ്റവും വലിയെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണണം. അവിടെ ചെറിയ ഗ്രില്ലിംഗ് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ എത്തിപ്പെട്ട നമുക്ക് സെറ്റപ്പ് ആക്കാം. അന്ന് കണ്ട കുറു ഓടി. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓലക്കോടുണ്ട്. ഞങ്ങൾ 5 ആളുണ്ട്. അപ്പോൾ കോഴിക്കോട് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. നല്ല വൈദ്യുതി കമ്പി വഴി കറണ്ടാണ്. എല്ലാം വലിയ കാടുകളാണ്. വലിയ വലിയ കാട്. ഇവിടെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണമെങ്കിൽ ഒരു പൊളപ്പ സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി പോവാണ്. ഇനി വലതുവശത്ത് കാണുന്ന ഈ കാട്ടിലേക്കാണ് ഇറങ്ങേണ്ടത്. ഏകദേശം 1.5 കിലോമീറ്റർ താഴേക്ക് നമുക്ക് ഇറങ്ങാനുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ വരുന്നത് കണ്ടില്ലേ, ഇവിടെ നിന്നാണ് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. ഇനി നമ്മളിതിലൂടെ അങ്ങനെ താഴോട്ട് പോവുകയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റിസ്ക് ആയിട്ടുള്ള വഴിയാണ്. എന്നാലും വലിയ സീനൊന്നുമില്ല. നല്ല കിട്ടില്ല. അടാറ് വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. മലയാളാനെ കണ്ടു. പക്ഷെ ഇതിൽ പകർത്താൻ പറ്റിയില്ല. എവിടെന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ പകർത്തി തരാം. നമ്മളിപ്പോൾ ഒരു ഭയാനകമായ ഫോറസ്റ്റിനുള്ളിലാണുള്ളത്. അതുകൊണ്ടല്ലേ ഇവിടെ നല്ലൊരു അടാറ് വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. അങ്ങ് ദൂരെ ചുറ്റുപുറം ഫുള്ള് കാട്ടിനുള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോകാം. ഈ കാട്ടിനുള്ളിൽ വന്യമൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. നല്ല അട്ടയുണ്ട്. കാലിലൊക്കെ നിറച്ച അട്ട കയറിയിട്ടുണ്ട്. സാനിറ്റൈസർ ഉപയോഗിച്ചാണ് അട്ടനെ കളയണത്. സാനിറ്റൈസർ ഉപയോഗിച്ച് അട്ടയെ കളയുന്നു. എന്റെ മേത്തിൽ അതാ ചെരുപ്പുമ്മ എത്തോടെ ഇവിടൊക്കെ ചോര. അപ്പൊ ഇവിടൊക്കെ കുറെ കടിച്ചു വെച്ചു. താഴോട്ട് ഇറങ്ങുകയാണ്. യാസര ഓടല്ലടാ, അങ്ങോട്ട് ഓടുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഇറങ്ങി പോവാണ്. എത്രയോ ഇറങ്ങി, മീറ്റർ കണക്കിന് ഇറങ്ങി. ഏകദേശം 1 കിലോമീറ്ററിന്റെ അടുത്ത് താഴേക്കിപ്പോൾ ഇറങ്ങി. ഫുള്ള് കാട്ടിനുള്ളിലൂടെ ഡേഞ്ചർ ആയിട്ടുള്ള ഇവിടുത്തെ വഴികൾ കണ്ടില്ല. ഞാൻ കാണിച്ചു തരാം. റെഡിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വഴികളിലൂടെയാണ് നമ്മൾ വന്നത്. ഇനി താഴോട്ട് ഇങ്ങനെ പോകുന്ന വഴികൾ കണ്ടില്ല. റെഡിയായ വഴിയൊന്നുമില്ല. നമ്മൾ മരത്തിൻ്റെ വള്ളിയിലും വേരിലൊക്കെ പിടിച്ച് തൂങ്ങിയിട്ടൊക്കെയാണ് പോകുന്നത്. നല്ലൊരു കിടിലൻ ട്രക്കിംഗ് ആണ്. നല്ല സൂപ്പർ യാത്ര.
ഭയാനകമായൊരു വനത്തിനുള്ളിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇനി താഴെ ചെന്നിട്ട് നല്ലൊരു കിടിലൻ ഗ്രില്ലിംഗ് ഉണ്ട്. അത് ഓർക്കുമ്പോഴാണ് ഈ യാത്രക്കൊരു സുഖം കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് ദൂരം ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ വല്ലാത്ത ലോകത്തേക്ക് എത്തിയിരിക്കണം അല്ലേ. ആകെ വേർത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ വേർക്കണം ആദ്യമായിട്ടാണ് കാസർഗോഡ് ചൂടല്ലേ. അതൊക്കെ വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇവിടെ കുറേ പരിപാടി ഉണ്ട്. ഇവിടെ എന്താ കാണിച്ചാലും ഞങ്ങൾക്ക് ഇവിടുത്തെ രംഗം കാണിച്ചാൽ കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടാവും പോയി കണ്ടിട്ട് ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ നമ്മളെ മനസ്സിൽ പ്ലാനിങ് ഉണ്ട്. ഇവിടെ എത്തി നമ്മൾ എത്തുമെന്നുള്ള ഡൗട്ട് പറഞ്ഞു. ഏതായാലും എത്തി. ഇനി നമുക്ക് ഏതായാലും താഴേക്ക് പോകേണ്ടതുണ്ട്. പോലെ അപ്പോൾ നമ്മളിപ്പോൾ കണ്ട സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി താഴെ പോകാൻ നല്ല കിടിലൻ സ്ഥലമുണ്ട്. അവിടത്തേക്ക് പോവാണ്. വലിയ പാറകൾ. യാസർ നമ്മളെ കൂടെ ഉണ്ട്. ഇതൊരു വല്ലാത്ത ഡേഞ്ചർ സ്ഥലമാണ് മക്കളെ. പിന്നെ ഈ ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു ത്രില്ല് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രില്ലിങ് വരാണ്ട്. വളപ്പം ഗ്രില്ലിങ് അതുണ്ടല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ എന്തോരം വലിയ പാറകളും അതുപോലെ വലിയ വലിയ പടുകൂറ്റ മരങ്ങളൊക്കെയാണ് ഇവിടെ. നല്ലൊരു പക്ഷിക്കൂട്. നമ്മളതൊന്നും നശിപ്പിക്കുന്നില്ല. ഇവിടെ ഒരു വലിയ മരമുണ്ട്. അപ്പം ഇനി നമുക്ക് മുന്നോട്ടങ്ങ് പോയി നോക്കാം. അവിടെ ഒരു കിടിലൻ സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്നൊക്കെ താഴോട്ട് പോകാൻ താഴെത്തും. വലിയ മുളക്കൂട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മുള്ളൊക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ പണി കിട്ടും. കണ്ണിലൊക്കെ തട്ടിയാൽ പെട്ടെന്ന് പരിക്കാകും. അപ്പോൾ നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഓരോ രസകരമായ കാഴ്ചകളുണ്ട്. എത്ര അധികം അട്ടകളാണെന്നറിയോ. എൻ്റെ കാലിൻ്റെ വിരലിനടിയിലൊക്കെ ഫുള്ള് അട്ടയാണ്. എൻ്റെ കാലിൻ്റെ മസിലുമേൽ ഉണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്. കാലിന് എന്തോ അരിക്കണുണ്ട്. ഇതാ ഇവിടെ 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 ഓ. അപ്പോൾ ഇവിടെ കുക്കിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളെ ഗ്രില്ലിങ് പരിപാടിയൊക്കെ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിൻ്റെ പുറകു വശത്തെ ഒരു വ്യൂ കാണിച്ചു തരാൻ പുലിയല്ലേ. നമുക്കിതൊന്ന് ഇറങ്ങി നോക്കിയാലോ. അപ്പം നമ്മൾ എവിടെയുള്ളതൊക്കെ ജമ്മിലാണ് വെള്ളം വരുന്നത്. ഭയങ്കര ജമ്മാണ്. ഭയങ്കര ഒടുക്കത്തെ തണുപ്പ്. അതാണ് ഇതിലേക്ക് ഇറങ്ങാത്തത്. തണുപ്പെന്ന് പറഞ്ഞാൽ അടാറ് തണുപ്പാണ്. നമ്മളെ ചാനലിൽ ഇതുവരെ ഇങ്ങനൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇത്ര നല്ല കിട്ടിലും ഈ വെള്ളച്ചാട്ടം ഇങ്ങോട്ട് വരുന്നതൊരു വലിയ ടാസ്ക് തന്നെയാണ്. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ്. പക്ഷെ അവിടെ എത്തിയാലോ അതൊരില്ല. വെള്ളച്ചാട്ടം പോയിട്ട് ഭാഗ്യം നോക്കി. ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം കേക്കിട്ട് ഫ്രീ ആക്കാനൊരു ഭാഗ്യം ഉണ്ടായില്ല. നമ്മളെ ചേറുമോന് ഒക്കെ ഇവിടുത്തെ നമ്മളെ ചങ്കാളാണ്. വെള്ളത്തിലേക്കുള്ള വീഡിയോ ഞാൻ കാണിച്ചതാണ്. യാത്ര അവിടെ സെൽഫി എടുക്കുന്നുണ്ട്.
ഇത് വേറെ ലെവലാണ് മക്കളെ, ലെവലാണ്. ഞാൻ വെള്ളത്തിന്റെ അടി കാണിച്ചാട്ടെ. ഈ വെള്ളത്തിന്റെ ക്ലിയർ ഞങ്ങൾക്ക് കാണിച്ചു കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വയനാട് യാത്ര എങ്ങനെയുണ്ട്? നമ്മൾ പലവട്ടം വയനാട് യാത്ര വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചിലപ്പോൾ ക്യാപ്ഷനൊക്കെ കാണുമ്പോൾ ഇയാൾക്ക് വേറും വയനാട് നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ അധിക യൂട്യൂബ് ചാനലുകളിൽ മറ്റൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സ്ഥലം. ഇത് വയനാട് മേപ്പാടിയാണ്, പക്ഷേ വ്യക്തമായ സ്ഥലം ഞാൻ പറയണില്ല. ഞങ്ങൾക്ക് അത്രയും ഡേഞ്ചറാണ്. ഇവിടെ അങ്ങനെ ആരും വരാത്തതാണ്. വരുന്നുണ്ടെങ്കിൽ തന്നെ അധികം അറിയുന്ന ആളുകൾ മാത്രം വന്ന് പോകാറുള്ളൂ. ഇവർ എന്ന് പറഞ്ഞപ്പോൾ 4 ആൾ ഈ നാട്ടുകാരാണ്. അപ്പോൾ ഇവർ കൂടെ ആകുമ്പോൾ നമുക്ക് ഒരു സീനില്ല. ഇവർ നമ്മളെ കൊണ്ട് നല്ല കെയർഫുള്ളായിട്ട് കൊണ്ടാൽ കാണിച്ചു തന്നു. അപ്പോൾ നമ്മളിത് സ്ഥലമൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ട് വല്ല അപകടം പിടിച്ച് വരുത്തിയ വല്ല സീനാവും. വെള്ളത്തിൻ്റെ തെമ്മുകൊണ്ട് ഞാൻ അങ്ങനെ തെറിക്കുകയാണ്. നമുക്കൊന്നും പാടെ വെള്ളത്തിൽ കിടന്നിട്ട് ഓരോരുത്തർ പോയി ഹെൽപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കുകയാണ്. ഇഞ്ചി അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചതക്കുകയാണ് നമ്മൾ ഷഹീർ ഭായ്, കണ്ടില്ലേ? അതുപോലെ ഇപ്പുറത്ത് നമുക്ക് ആവശ്യമായ വിറകൊക്കെ ശേഖരിക്കുന്നുണ്ട് ഫക്രു. ഇവരിവിടെ നിൽക്കുന്നുണ്ട്. ഇത് യാസറും യാസറിൻ്റെ അനിയനും. ഈ മഞ്ഞ ടീഷർട്ട് ഇട്ട് യാസറിൻ്റെ അനിയന് ആഷിഖ്, ഇത് യാസർ നമ്മളെ ചങ്ക് ബ്രോ. പിന്നെ നിങ്ങൾക്കറിയാലോ നമ്മളെ പാർട്ട്ണർ. യാസറും ഷഹീറും ചിക്കൻ മസാല കൂട്ടലും അത് കട്ടിങ്ങൊക്കെയാണ്. ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷഹീർ മോൻ അല്ലേ, ചിക്കൻ ഇങ്ങനെ തേച്ച് കുളിപ്പിക്കുകയാണ് മസാലയിൽ. ഗ്രില്ലിങ്ങൊക്കെ കിട്ടിലായിട്ട് നടക്കുന്നുണ്ട്. ആഷിക്കും ഫക്രുദ്ദീനയ്ക്ക് പൊളിക്കണുണ്ട്, മറ്റൊരാളവിടെ കുളിക്കണുണ്ട്, കാണിക്കുന്നില്ല. ഗ്രില്ലിങ്ങിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് അല്ലേ. ചിക്കൻ ഇവിടെ നല്ല കിഡുമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല പൊളപ്പനായിട്ടുണ്ട്. നിങ്ങളെ പേര് നിങ്ങളെന്ന് പറഞ്ഞു കൊടുത്താണ്? ഷഹീർ. വീട് വീട് അച്ചൂര്. എന്താ ചെയ്യണേ? +2 കഴിഞ്ഞു. ഒരായി കൊടുത്തല്ലോ. നിങ്ങളെ കൂട്ടുകാരന്മാരൊക്കെ ചിലപ്പോൾ കണ്ടാൽ നിങ്ങളെല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ ഡെഫിനറ്റ്ലി എല്ലാവരും ചെയ്യണം.
ഈ ചാനൽ അടിപൊളിയാണ്, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ 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 താങ്ക് യു. ചിക്കനിൽ നോക്കി ആസ്വദിക്കുന്ന പല സ്ഥലത്തും ഇവിടെ വെള്ളച്ചാട്ടമാണ്, പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ വെള്ളച്ചാട്ടമാണ്. ഒരാളെ ചിക്കൻ്റെ പരിപാടിയിലാണ്. വലിയ കാട്, എത്രയോ ഹൈറ്റിനു താഴെയാണ് ഇപ്പം ഞങ്ങളുള്ളത്. ഹൈറ്റിൽ നിന്ന് വലിയ അന്ന് ഹൈറ്റിൽ നിന്നാണ് ഇപ്പം ഞങ്ങൾ ഇറങ്ങി വന്നത്. വലിയൊരു ഡേഞ്ചർ ഏരിയ. അങ്ങനെ നമ്മളെ കുളി കഴിഞ്ഞു. അപ്പോൾ ടൈമേ ഏകദേശം 4 മണിയാവാനായി. നമ്മളെപ്പോൾ വന്നറിയോ. അപ്പോൾ അങ്ങനെ കുളി കഴിഞ്ഞു, നമ്മളെ ചിക്കനും റെഡിയായി. അപ്പോൾ എല്ലാവരും കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വേറെ പൊറോട്ട ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അതൊരു ത്രില്ലിംഗ് അല്ലേ, ഒരു വല്ലാത്ത അത്ഭുതമൊക്കെ. ഞാനിങ്ങനെ ചിന്തിക്കണത് എത്രയോ ഹൈറ്റിന് താഴെ കാട്, വലിയ കാട്, മലയാളങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പകർത്താൻ പറ്റില്ല. ഇത് ചാലിയാർ പുഴയിലേക്ക് പോകുന്ന വെള്ളമാണ്. എവിടെ നിന്നൊക്കെയോ അവിടെ നോക്കുമ്പോൾ അവിടെ വെള്ളച്ചാട്ടം, അപ്പുറത്ത് അത് കുറച്ച് കാണാൻ കുറച്ച് ലുക്കായിട്ട് തോന്നിയത് ഇവിടെയാണ്. നമ്മൾ നല്ല തെളിഞ്ഞ നല്ല ക്ലീനായിട്ടുള്ള വെള്ളം, രസകരമായൊരു അനുഭവം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കരുതിയിട്ട് ഞാൻ ചിക്കൻ കഴിക്കട്ടെ. കൂടുതലാണോ ക്ലാസ്സിലാണ്? അപ്പം ഇനി ഇവലൊക്കെ തിന്നനെ കാണിച്ചു തരാം. അല്ല പേര് ബാക്കിൽ നിന്ന് തിന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്ത് തിന്നുന്ന അല്ലേ ഞങ്ങളെല്ലാവരും. അപ്പോൾ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞു, കഴിക്കലും കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ചിക്കൻ ഉണ്ടാവും, അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഈ സ്ഥലം കണ്ടില്ലേ, നല്ല കുഴപ്പം സ്ഥലം, നല്ല കിടിലൻ സ്ഥലമായിരുന്നു. പിന്നെ ഇതിൻ്റെ അടിയിലേക്കൊക്കെ നല്ല നല്ല രസകരമായ സ്ഥലങ്ങളുണ്ട് വെള്ളം ചാടുന്ന. പക്ഷെ അവിടേക്കൊക്കെ പോകാൻ ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോൾ ടൈം ഒരുപാടായി. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ വയനാട്ടിലേക്ക് വരുന്നത് നമ്മളെ വ്യൂ പോയിൻ്റ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോയിൻ്റ് മുതൽ യാസറിൻ്റെ വീട് വരെയുള്ള ഒരു വീഡിയോ, ചെറുതായിട്ടൊരു വീഡിയോ ഉണ്ടാവും, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് പിന്നെ നമ്മൾ അവിടുന്ന് യാസറിൻ്റെ വീട്ടിൽ നിന്നിപ്പോൾ ഇന്ന് രാവിലെ എത്തിയതിന് ശേഷം വന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കാണാം. അപ്പോൾ നമ്മളെ ചാനൽ എന്ത് ചെയ്യുക, ഇതുപോലത്തെ നല്ല നല്ല കിടിലൻ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നല്ല പുറപ്പം വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ സ്ഥലത്ത് വന്നവരുണ്ടെങ്കിൽ, ഈ ഇതൊക്കെ കണ്ടിട്ടുള്ള ഓർമ്മയിൽ ഇവിടെ വന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുക കേട്ടോ. എല്ലാവരും ഒരു ഹായ് പറഞ്ഞില്ല, തിന്നുന്നവരൊക്കെ ഹായ് പറഞ്ഞു. ഹായ് പറഞ്ഞു. യാത്ര വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇനി കിടിലൻ വീഡിയോകളുമായിട്ട് അടുത്ത ദിവസം കാണാം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബൈ.